വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി കേട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ജോക്കിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എന്നാലും നമ്മൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇതേ കഴിഞ്ഞ ഷോർട്സ് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ വീട്ടിലെത്തി. ഇതേ അപ്പാപ്പനും മക്കളും കൂടി ഇരുന്ന് കളിയാണ്. അപ്പോൾ ഇത് വേറെ പരിപാടിയൊന്നുമല്ല, ജിത്തോങ്ങ 2 ദിവസം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിൽ കൂടുന്നതാണ്. അപ്പോൾ അതേ അവൻ ബിരിയാണിയൊക്കെ വെച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ അവൻ അവിടെ ഹൈദരാബാദ് ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹൈദരാബാദ് ബിരിയാണി വെച്ച് തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ആള്. അപ്പോൾ കുറേ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അപ്പോൾ ദിവസങ്ങൾ അടുത്ത് വന്നപ്പോഴേക്കും പോകാറായപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ ജോക്കുട്ടനും ജിത്തോങ്കയൊക്കെ കിടക്കുകയാണ്. ജിത്തോങ്കയും മോനും കൂടി ഗെയിമൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അപ്പം ദേ ഡാവിയായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ വീട്ടിലോട്ട് വരാറില്ല. അപ്പം എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ദേവൻ പോകുന്നതിൻ്റെ ഉള്ളവർ പ്രമാണിച്ച് വന്നേക്കുന്ന ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. നമ്മളിതേ നമ്മുടെ ഏകദേശം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പം ഞാൻ ഓൺലൈനിൽ ഡാവിക്കുട്ടിന് ഓൺലൈനിൽ നമ്മൾ ഒരു തൊട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉറക്കി ശീലിച്ചേക്കുന്ന കാരണം അപ്പോൾ അയാൾ എവിടെ പോയാലും തൊട്ടിയിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അപ്പോൾ ഇടഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പാപ്പനെ കൊണ്ടിട്ട് വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ നിന്ന് അപ്പാപ്പനെ കൊണ്ട് തട്ടിക്കുട്ടി ഒരു ഊഞ്ഞാല കിട്ടുന്നതാണ് കേട്ടോ കാണുന്നത്, തൊട്ടി കിട്ടുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പാപ്പൻ്റെ മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന്, അല്ലെങ്കിൽ അവൻ ഉറങ്ങില്ല, കാരണം അല്ലെങ്കിൽ പിന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതേ ഞാനവിടെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളിടഞ്ഞ അപ്പാപ്പൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ കരയുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പാപ്പനെ കൊണ്ട് ഊഞ്ഞാലേക്ക് പാടുപെട്ട് കെട്ടിച്ച് ഒരുത്തൻ ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഊഞ്ഞാല കെട്ടിക്കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് അവനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. പക്ഷെ ഇയാൾക്ക് ഈ ഒരു ഊഞ്ഞാല അത്ര യഥം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ജിത്തോങ്ക വന്നിന്ന് പിള്ളേരെ ഊഞ്ഞാലൊക്കെ കണ്ടു കഴിഞ്ഞ് ഡാവിനെ പുന്നാരിക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജോക്കുട്ടൻ ചേട്ടായിക്ക് അവന് അങ്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അങ്ക പോയി അവനെയും പുന്നാരിച്ചപ്പോഴാണ് കേട്ടോ അവന് സമാധാനമായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി നമ്മൾ വീട്ടിൽ ഇതൊക്കെ തട്ടിക്കൂട്ടി ദമ്മടിച്ച് വെക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവൻ അവിടെ നല്ല സെറ്റപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ നമുക്ക് കഴിക്കാനല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ദമ്മൊക്കെ അവൻ വെള്ളവും കലമൊക്കെ എടുത്ത് പൊക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ നമ്മളിത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോകണം. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ അവൻ്റെ അവസാനം നമ്മുടെ കൊച്ചിൻ ഹനീഫ് പറയുന്ന കണക്കിടയ്ക്ക് ഇതെൻ്റെ ഒരു പൊടിക്കൈ എന്നും പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് പാഷാണോ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ഞാൻ പ്ലേറ്റ് എടുക്കുകയാണ്. അപ്പോൾ അവൻ എനിക്ക് ഇടയ്ക്ക് വീഡിയോ പിടിച്ച് തരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കച്ചമ്പറ അവൻ ഉണ്ടാക്കി, അവൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തത്. അപ്പോൾ അത് ഞാൻ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ തിന്നാൻ റെഡിയായി വന്നേക്കുകയാണ്. ആ സമയത്ത് എപ്പോഴേക്കും തിന്നാൻ റെഡിയായി വന്നു. പ്ലേറ്റും പിടിച്ച് ഇടടാ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടുക്കടി, നീ എടുക്ക് വിളമ്പ് സെർവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും അവൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കും കേട്ടോ. കാരണം ആ ഒരു ഭംഗിയിലിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇളക്കി കുളവാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കേട്ടോ. അങ്ങനെ അവൻ നമുക്കൊരു സൈഡിൽ നിന്നൊക്കെ എടുത്തു തരികയാണ്. അങ്ങനെ ഞാൻ അവിടുത്തെ വീട്ടിലെ കലവൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം വീഡിയോസും കാര്യങ്ങളും ഒട്ടും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെടുത്തു നമ്മുടെ ബിരിയാണി സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് അവൻ തന്നെ ഇരുന്ന് ഓരോ കമൻസ് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഈ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മയും മോനും ഒക്കെ ഇരുന്ന് ഭയങ്കര സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞ് ജോക്കുട്ടിന് ഞാൻ വാരി കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് രാത്രിയായി കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ ബിരിയാണിയൊക്കെ തന്നെ കഴിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ ഓൺലൈനിൽ പറഞ്ഞ ഒരു തൊട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് ഈ തൊട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ തൊട്ടി രാശന എണ്ണത്ത് കിടത്തിയാണ് നമ്മൾ ഉറക്കിയേക്കുന്നത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. കാരണം അവൻ്റെ ഗൾഫ് വിശേഷങ്ങളും നമ്മൾ തുടർന്നുള്ള പോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് പിറ്റേ ദിവസം നമ്മുടെ 2 അമ്മായിമാർ, അമ്മയുടെ വിളിപ്പുറത്തുള്ള അമ്മായിമാർ, കാരണം വേറെ എന്തെങ്കിലും ഒരു സഹായത്തിന് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുന്നപ്പോൾ 2 നാത്തൂമാർ ഓടി വരും കേട്ടോ. ഇതേ കണക്കത്തെ നാത്തൂമാരെയൊക്കെ കിട്ടണം കേട്ടോ. അതിലൊക്കെ നമ്മൾ പുറകോട്ടാണ്. അപ്പോൾ അമ്മയുടെ നാത്തൂമാർ വന്ന് നിന്ന് ഈന്തപ്പഴവും അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഉണ്ണിപ്പോപ്പയും കുഞ്ഞിപ്പെണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ജോക്കൂട്ടൻ നല്ല കളിയിലാണ്. അപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോസ്, അപ്പോൾ എന്നോട് അമ്മായി കളിയാക്കുന്നുണ്ട് കേട്ടോ, നീ എന്നെ യൂട്യൂബിലിട്ട് ശരിയാക്കാൻ പോകണോണോ അടി,
എന്നിട്ട് എന്നെ അങ്ങനെ പറയില്ല ഇങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തെ നിൽപ്പുണ്ട് അവിടെ. അപ്പോൾ ദേ അമ്മായിയുടെ അച്ചാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീപമ്മായി ഇവിടെ ദേ അമ്മയ്ക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങൾ സൈഡിൽ ഇരുന്ന് ശരിയാക്കി കൊടുക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ലൈജു അമ്മായി നമ്മുടെ കറുനാരങ്ങ ഈന്തപ്പഴമോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. നമ്മളിവിടെ വെറുതെ ഫോണും പിടിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരണേന്ന്. അപ്പോൾ ദേ ദീപമ്മായി ഇരുന്ന് ഉണ്ണിയപ്പത്തിനുള്ള തേങ്ങ ശരിയാക്കുകയാണ്. അപ്പോൾ അതവിടെ കുഞ്ഞിപ്പെണ്ണും ജോക്കൂട്ടിനെ കൂടി വാവേനെ കളിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മുടെ ഏകദേശം അച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ കുറച്ച് ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മായി ഇതേ നിന്ന് കാര്യമായിട്ട് ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് നോക്കി നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ വർത്തമാനങ്ങളും കാര്യങ്ങളുടെ ഇടയിൽ നമ്മുടെ അച്ചാർ ദേ ഇവിടെ റെഡിയായി. അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് തന്നിട്ട് അമ്മായിമാർ പോയി കേട്ടോ. എന്നിട്ട് അമ്മ അവിടെ നിന്ന് ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ്. കാരണം ഏകദേശം രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ ഉണ്ടാവില്ല, ഞാൻ വീട്ടിൽ പോയിട്ടായിരിക്കും വരുന്നത്. അമ്മ എന്തായാലും കുഴച്ച് വെച്ചിട്ട് രാവിലെ വെളുപ്പിനെ എണീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അവന് പിറ്റേ ദിവസം, അതായത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അവന് പോകേണ്ടത്. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ, ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ദേ നമ്മുടെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് അളിയനെ വിളിച്ച് നിർത്തി ചെമ്മീനച്ചാറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിരുന്നു. അത് കാരണം അതൊന്നും നമുക്ക് വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ദേ നല്ലെണ്ണ പൊട്ടിക്കുകയാണ് കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ചെമ്മീനച്ചാറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് കാണും കേട്ടോ ഞാൻ വീഡിയോ ദേ ചെമ്മീനച്ചാറെന്നും പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ. അപ്പോൾ അമ്മ ദേ ഇവിടെ ഉണ്ണിയപ്പത്തിന് സൈഡിൽ കുഴച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് നാളെ നല്ല പരുവാക്കണം. അപ്പോൾ അത് ഇടയ്ക്ക് അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ ഷോർട്സാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം നമ്മൾ പിറ്റേ ദിവസം വന്ന് ഞാൻ എൻ്റെ അമ്മായിമ്മനെ കൊണ്ട് എരിവിറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. പിന്നീടെന്ന് പറയുന്ന എല്ലാ വീഡിയോസും നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൻ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമുക്ക് പാക്കൊക്കെ ചെയ്തു. സമയം എടുക്കുമ്പോഴേറെ ആൾക്ക് സങ്കടവും കാര്യങ്ങളും കൂടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദേ അളിയൻ എരിവിറച്ചിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പാക്ക് ചെയ്യുകയാണ്. ഈ തലേ ദിവസം അമ്മ എണീറ്റിന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയപ്പമാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞൊക്കെ കേട്ടോ എടുത്ത് മാറ്റി നമ്മൾ വെച്ചത്. ഇതിപ്പോൾ ദേ അവൻ്റെ പെട്ടിയൊക്കെ എല്ലാവരും കൂടി ഒന്ന് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ഒരു കരച്ചിലൊക്കെ പാസ്സാക്കി, അമ്മയും ഒരു സൈഡിൽ നിന്ന് കരഞ്ഞു, പിന്നെ ഞാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഭയങ്കര വിഷമമായിരുന്നു. കൂട്ടുകാരെ 2-3 പിള്ളേരൊക്കെ അവൻ്റെ ഒരു ഭയങ്കര ഇൻറ്റിമസി ഉള്ള പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ഞങ്ങളതേ പാക്ക് ചെയ്ത്. അപ്പോൾ അമ്മയും ജോക്കുട്ടനും ഒക്കെ പോകുന്നുള്ളൂ കേട്ടോ. കുഞ്ഞാവയ്ക്ക് പാടില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറയുകയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ജോക്കിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഷോർട്സിൽ കാണുന്നത് ബൈ താങ്ക് യു. അപ്പോൾ അതേപോലെ തന്നെ ജിത്തുവിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവൻ പോവുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മോനുണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു.